കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവും വലിയ പാർലമെൻറ്റേറിയനുമാണെന്ന് നമുക്കറിയാം. പക്ഷേ ആളൊരു വലിയ തമാശക്കാരൻ കൂടിയാണ് എന്ന് മനസ്സിലായത് ഈ കഴിഞ്ഞ ദിവസമാണ്. അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയുടെ മാതൃകയിൽ മറ്റൊരു ജോഡോ യാത്ര നടത്താൻ ഒരുങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം പുള്ളി അതിനുള്ള ആഹ്വാനം കൊടുക്കുന്നതായിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണുകയുണ്ടായി. പ്രസ്താവന വായിച്ചു. അദ്ദേഹം പറയുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മാറ്റണം, തൽസ്ഥാനത്ത് ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്യുന്ന പഴയ സമ്പ്രദായം തിരിച്ചുവിടണം എന്നാണ്. ആ സമ്പ്രദായം തിരിച്ചുവിടുന്നാൽ മാത്രമേ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സംശുദ്ധമാകുകയുള്ളൂ. ഇലക്ട്രോണിക് യന്ത്രത്തിൻ്റെ സ്ഥാനത്ത് ബാലറ്റ് വെട്ടി വരികയും ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്യുന്ന പഴയ സംവിധാനം തിരിച്ചുവിട്ടുകയും ചെയ്താൽ പിന്നെ നടക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ്സിന് വലിയ ഭൂരിപക്ഷം കിട്ടും. 1971 പിന്നീട് 1980 ഇന്ദിരാഗാന്ധിക്ക് ഭൂരിപക്ഷം കിട്ടിയ പോലെ, അതല്ലെങ്കിൽ 1984 രാജീവ് ഗാന്ധിക്ക് വലിയ ഭൂരിപക്ഷം കിട്ടിയ പോലെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. അദ്ദേഹം ആഹ്വാനം ചെയ്തത് എനിക്കും അങ്ങനെയാണ് മനസ്സിലായത്. പക്ഷേ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആരാണ് കൊണ്ടുവന്നത്, ആരുടെ ഭരണകാലത്താണ് ഇത് നടപ്പാക്കിയത് എന്ന കാര്യത്തെപ്പറ്റി അദ്ദേഹത്തിന് അറിയാമോ എന്ന് നമുക്കറിയില്ല. അദ്ദേഹത്തിന് മിക്കവാറും അറിയാൻ സാധ്യതയില്ല. അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ പോലും എനിക്കറിയാം. 1982 എൻ്റെ തൊട്ടയൽ മണ്ഡലമായ പറവൂരിലാണ് രാജ്യത്ത് ആദ്യമായി പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നടപ്പാക്കിയത്. പറവൂർ മണ്ഡലത്തിൽ അന്ന് 88 ബൂത്തുണ്ടായിരുന്നു. അതിൽ 88 ബൂത്തിലും ഇത് കൊണ്ടുവന്നില്ല. 50 ബൂത്തിൽ മാത്രം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ തിരഞ്ഞെടുപ്പ് നടത്തി. ബാക്കി ബൂത്തുകളിൽ സാധാരണ വോട്ടിംഗ് ബാലറ്റ് പേപ്പറിലും ആളുകൾ വോട്ട് ചെയ്തു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അന്ന് തന്നെ വൈകുന്നേരമായപ്പോൾ ഇലക്ട്രോണിക് മെഷീനിൽ ഉള്ള വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ ശിവൻപിള്ളയ്ക്ക് ഭൂരിപക്ഷം കിട്ടി. പിറ്റേ ദിവസം ബാലറ്റ് പേപ്പറിൽ വോട്ട് എണ്ണിയപ്പോൾ AC ജോസായിരുന്നു എതിർ സ്ഥാനാർത്ഥി. അദ്ദേഹം ഭൂരിപക്ഷത്തിൻ്റെ അടുത്ത് വരെ എത്തി. പക്ഷേ ശിവൻപിള്ള ഏതാണ്ട് 128 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. പിന്നീട് ജോസിയേട്ടൻ അതിനെതിരായിട്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു, ഗുണപ്പെട്ടില്ല. സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു. സുപ്രീം കോടതി പറഞ്ഞു ഇത് യന്ത്രത്തിൽ വോട്ട് ചെയ്യണം എന്ന കാര്യം ജനപ്രാതിനിധ്യ നിയമത്തിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ജനപ്രാതിനിധ്യ നിയമം അഥവാ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് പീപ്പിൾസ് ആക്ട് എന്ന് പറഞ്ഞ സാമാനം ഭേദഗതി ചെയ്യാത്തുള്ളതും കാലം ഈ യന്ത്രത്തിൽ ചെയ്ത വോട്ട് അസാധുവാണ്. അങ്ങനെ ആ 50 ബൂത്തുകളിൽ മാത്രം രണ്ടാമത് തിരഞ്ഞെടുപ്പ് നടത്തി. അപ്പോൾ ജോസിയേട്ടൻ ജയിച്ചു എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. അതിനുശേഷം ഈ പരീക്ഷണം നടപ്പാക്കിയത് ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന സമയത്താണ്. 80 തൊട്ട് 84 വരെ ഇന്ദിരാഗാന്ധി ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അവരുടെ ഭരണകാലത്താണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇലക്ട്രോണിക് യന്ത്രം കൊണ്ടുവന്നത്. പിന്നീട് നിയമം ഭേദഗതി ചെയ്താരാണ്? നിയമം ഭേദഗതി ചെയ്തത് രാഹുൽ ഗാന്ധിയുടെ പിതാവായ സാക്ഷാൽ രാജീവ് ഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിയുടെ മകനും രാഹുൽ ഗാന്ധിയുടെ പിതാവുമായിരുന്ന രാജീവ് ഗാന്ധിയാണ് ജനപ്രാതിനിധ്യ നിയമം ഭേദഗതി ചെയ്ത് വോട്ടിംഗ് യന്ത്രം കൊണ്ടുവരാം എന്ന് തീരുമാനിച്ചത്. പിന്നീട് PV നരസിംഹറാവുവിൻ്റെ സമയത്തൊക്കെയാണ് ഇത് ഗണ്യമായ രീതിയിൽ നടപ്പാക്കി തുടങ്ങിയത്. അപ്പോഴും പൂർത്തിയായില്ല. ഇതിൻ്റെ ഇന്ത്യയിലെ എല്ലാ മണ്ഡലങ്ങളിലും 543 മണ്ഡലത്തിലും യന്ത്രത്തിൽ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചത് 2004 തെരഞ്ഞെടുപ്പിലാണ്. അന്ന് അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ആ തെരഞ്ഞെടുപ്പിൽ വാജ്പേയിയുടെ പാർട്ടിയായ BJP പരാജയപ്പെടുകയും കോൺഗ്രസ് നയിക്കുന്ന UPA സർക്കാർ അധികാരത്തിൽ വരിച്ചു. കോൺഗ്രസ്സിന് BJPയേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടി. ഇടതുപക്ഷ പാർട്ടികൾക്ക് എല്ലാം കൂടി 60 സീറ്റ് കിട്ടി. അങ്ങനെയാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനത്ത് ഐക്യ പുരോഗമന സഖ്യം ഇന്ത്യയിൽ അധികാരത്തിൽ വന്നത്. അതിൻ്റെ ഗുണഭോക്താക്കളാണ് രാഹുൽ ഗാന്ധിയും അതുപോലെ മല്ലികാർജ്ജുൻ ഖാർഗെയും ഒക്കെ. 2009 പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഭരണമാണ്. മൻമോഹൻ സിംഗാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇലക്ട്രോണിക് യന്ത്രം തന്നെയാണ് അന്ന് ഉപയോഗിച്ചത്. തെരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് നയിക്കുന്ന UPAക്ക് മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ സീറ്റുകൾ കിട്ടി. അപ്പോൾ ഒറ്റ കോൺഗ്രസ്സുകാർക്ക് സംശയം തോന്നില്ല. ഖാർഗെക്ക് പോലും യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പ് സംശുദ്ധമാണോ, ഇലക്ട്രോണിക് യന്ത്രം കാര്യക്ഷമമാണോ എന്ന കാര്യത്തിൽ. അങ്ങനെ അവരുടെ ഭരണം 5 കൊല്ലം കൂടി നീണ്ടു. 2014 ആകുമ്പോഴത്തേക്കും ഈ മുന്നണിയുടെയും സർക്കാരിൻ്റെയൊക്കെ പ്രതിച്ഛായ വളരെ മോശമായി. പ്രതിച്ഛായ എന്ന് വെച്ചാൽ പ്രതിയുടെ ഛായയായി. അങ്ങനെ 2014 തെരഞ്ഞെടുപ്പ് അപ്പോഴും യന്ത്രം തയ്യാറാക്കിയത് ഇവർ തന്നെയാണ്. കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് നിർമ്മിച്ച അവർ തന്നെ കൊണ്ടുവന്ന യന്ത്രത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തിയത്. അപ്പോൾ BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടി. അവരുടെ മുന്നണിക്ക് ഭരിക്കാൻ ആവശ്യമായതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ കിട്ടി. അപ്പോഴും കോൺഗ്രസ്സുകാർക്ക് സംശയം തോന്നില്ല. കാരണം ഈ യന്ത്രം ഉണ്ടാക്കിയത് അവർ തന്നെയാണല്ലോ. അതുകൊണ്ട്
പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ 2019 BJPയുടെ ഭൂരിപക്ഷം വർദ്ധിച്ചപ്പോഴാണ് ആളുകൾക്ക് സംശയം തോന്നാൻ തുടങ്ങിയത്, യന്ത്രത്തിൽ എന്തെങ്കിലും ഗുലുമാലുണ്ടോ എന്ന കാര്യം. അതേ സംശയം തന്നെയാണ് ഇപ്പോഴും ഖാർഗെ സാഹിബിനുള്ളത് എന്ന കാര്യം വ്യക്തമാണ്. സംഗതി വളരെ ജോറായിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ കൊണ്ടുവന്നു രാജീവ് ഗാന്ധി നിയമം മൂലം ഉറപ്പാക്കിയതുമായ ഇലക്ട്രോണിക് യന്ത്രം, ഇവരെ തന്നെ 2 തവണ അധികാരത്തിലെത്തിച്ച അതേ വോട്ടിംഗ് യന്ത്രം ഇപ്പോൾ ഖാർഗെ പറയുന്നു അത് വലിച്ചെറിഞ്ഞ് കളയണം, എന്നിട്ട് നമ്മൾ ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങണം. ഏതുപോലെയെന്ന് വെച്ചാൽ ഇവിടെ കാറപടങ്ങൾ കൂടുതലായതുകൊണ്ട് ഇനി മേലിലാരും കാറിലോ ബസ്സിലോ കയറരുത്, എല്ലാവരും കാളവണ്ടി മേടിച്ച് കാളവണ്ടിയിൽ മുന്നോട്ട് പോകണം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ആവശ്യം. ഇദ്ദേഹം ആളൊരു തമാശക്കാരനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ വെറുതെ അല്ല. ഇതാരെങ്കിലും വിചാരിച്ചാൽ നടപ്പാവുന്ന കാര്യമാണോ? ഇനി വേറൊരു ചോദ്യം ഞാൻ ഖാർഗെയോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ വയനാട്ടിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധി വാദ്ര ഏതാണ്ട് 4 ലക്ഷത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോട് ജയിച്ചല്ലോ. അത് യന്ത്രത്തിൻ്റെ കുഴപ്പം കൊണ്ടാണോ? അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ രാജിവെച്ച വേക്കൻസിയിൽ പാലക്കാട്ട് നിങ്ങളുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത് ഇലക്ട്രോണിക് യന്ത്രത്തിൻ്റെ കുഴപ്പം കൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ അത് പറയണം. ജാർഖണ്ഡിൽ കോൺഗ്രസിൻ്റെ സീറ്റുകൾ വളരെ കുറഞ്ഞു പോയി, എങ്കിലും ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ പച്ചയിൽ ഇവരുടെ ഇന്ത്യ സഖ്യത്തിന് ഭൂരിപക്ഷം കിട്ടിയത് യന്ത്രത്തിൻ്റെ കുഴപ്പം കൊണ്ടാണോ? ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസിന് ധാരാളം സീറ്റ് കിട്ടി, കോൺഗ്രസിൻ്റെ സീറ്റുകൾ കുറഞ്ഞു പോയി, അതും യന്ത്രത്തിൻ്റെ തകരാറ് കൊണ്ടാണോ? അങ്ങനെ ആവാനൊരു സാധ്യതയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അത് പറയണം, നമുക്കറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മഹാരാഷ്ട്രയിൽ വലിയ തിരിച്ചടി ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നേതാക്കന്മാരുടെ കയ്യിലിരിപ്പുകൊണ്ടാണ്. അല്ലെങ്കിൽ മറ്റവർ കുറച്ചുകൂടി നല്ല രീതിയിൽ തിരഞ്ഞെടുപ്പ് മത്സരം കണ്ടക്ട് ചെയ്തുകൊണ്ടാണ്. അവർ കുറച്ചുകൂടി ജനസ്വീകാര്യതയുള്ള ആളുകളെ സ്ഥാനാർത്ഥികളാക്കി നിർത്തി ജനങ്ങൾക്ക് ക്ഷേമ പദ്ധതികൾ നടപ്പാക്കി, പ്രത്യേകിച്ച് സ്ത്രീകളുടെ വോട്ട് ഉറപ്പാക്കി. അതുകൊണ്ട് അവർക്ക് ഭൂരിപക്ഷം കിട്ടി. ഈ കാര്യം തുറന്ന് പറയുന്നതിന് പകരം ഇതുപോലുള്ള ഊളത്തരം വിളിച്ചു പറയുന്നത് വളരെ മോശമാണ്. മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന് വെച്ചാൽ വെറും ഒരു ഖാർഗെ അല്ലല്ലോ, അദ്ദേഹം കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷനാണ്. അദ്ദേഹം ഇരിക്കുന്ന പോസ്റ്റ് ഏതാണ്, അദ്ദേഹം വഹിക്കുന്ന പദവി ഏതാണ്, ഇരിക്കുന്ന കസേര ഏതാണെന്നെങ്കിലും ബോധ്യം വേണ്ടേ? മഹാത്മാഗാന്ധി ഇരുന്ന സ്ഥാനത്താണ് ഖാർഗെ ഇരിക്കുന്നത്. ജവഹർലാൽ നെഹ്റുവും മോത്തിലാൽ നെഹ്റുവും സർദാർ പട്ടേലും മൗലാന ആസാദും ഇരുന്ന സ്ഥാനത്തിരുന്നുകൊണ്ടാണ് ഈ ഖാർഗെ ഇതുപോലത്തെ വഷളത്തരം പറയുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് മതിപ്പ് പണ്ടേ ഇല്ല. അദ്ദേഹം വഹിക്കുന്ന പദവിയെക്കുറിച്ചുള്ളൊരു മതിപ്പുണ്ടല്ലോ, അതുകൂടി ഇല്ലാതാക്കരുത്. ഇതൊരു അപേക്ഷയായിട്ട് കണക്കാക്കിയാൽ മതി. പിന്നെ ജോഡോ യാത്ര നടത്തുന്നത് വളരെ നല്ലതാണ്. ഈ ദുർമേധസ് അല്പം കുറയും. വയസ്സുകാലത്ത് പണ്ട് ഈ കാറ്റത്തെ കിളിക്കൂട് എന്നുള്ള സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഭരത് ഗോപി അഭിനയിച്ച ഷേക്സ്പിയർ കൃഷ്ണപിള്ള എന്ന ഇംഗ്ലീഷ് പ്രൊഫസർക്ക് കൊടുക്കുന്ന ഉപദേശമാണ് എനിക്ക് ഈ സമയത്ത് ഓർമ്മ വരുന്നത്. പ്രഷറും ബ്ലഡ് ഷുഗറൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് വേണം ഇതുപോലുള്ള സാഹസത്തിന് ഒരുമിടാൻ എന്ന് മാത്രം വിനയപുരസ്സരം ഓർമ്മിപ്പിക്കുന്നു. ഖാർഗെജിക്ക് എല്ലാ ആശംസകളും നേരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.